Divine Thoughts, a journey to the innermost recesses of our soul. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹ കാലത്തിലെ അവസാനത്തെ ഞായറാഴ്ച തിരുസഭ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഗിരിപ്രഭാഷണത്തിൻ്റെ മലയിലേക്കാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണല്ലോ ഈശോയുടെ മലയിലെ പ്രസംഗം നമ്മൾ കാണുന്നത്. ഇവിടെ ആദ്യ അധ്യായത്തിലെ 5-ാം അധ്യായത്തിലെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഞായറാഴ്ചത്തെ നമ്മുടെ സുവിശേഷ ഭാഗം. ഈശോ ആരംഭിക്കുന്നത് 17-ാം വാക്യത്തിൽ ആരംഭിക്കുന്നത്, നിയമവും പ്രവാചകന്മാരും ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, മറിച്ച് പൂർത്തിയാക്കുവാനാണ്. യഥാർത്ഥത്തിൽ ഗിരിപ്രഭാഷണം മുഴുവൻ്റേത് മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും സംഗ്രഹം ഈ ഒരൊറ്റ വാചകത്തിലുണ്ടെന്ന് പറയാം. നിയമവും പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ പഴയ നിയമം മുഴുവനെയുമാണ് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തെ പല രീതിയിൽ സൂചിപ്പിക്കാറുണ്ട്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ ആണ് യഹൂദരെ സംബന്ധിച്ച് പരമപ്രധാനമായ ലിഖിതം. മോശയിലൂടെ നൽകപ്പെട്ട ഈ 5 ഗ്രന്ഥങ്ങളെ തോറ, നിയമം. അപ്പോൾ നിയമം എന്ന ആ വാക്കുകൊണ്ട്, നിയമഗ്രന്ഥം എന്നുള്ളത് കൊണ്ട് ഈ 5 പുസ്തകങ്ങളെയും അതിന് തുടർച്ചയായി നിൽക്കുന്ന ബാക്കി പഴയ നിയമഗ്രന്ഥങ്ങളെയും എല്ലാം ഉദ്ദേശിച്ച് നിയമമെന്ന് പറയാറുണ്ട്. നിയമവും പ്രവാചകന്മാരും എന്നുള്ള പ്രയോഗം പഴയ നിയമത്തെ 2ആയിട്ട് വിഭജിച്ച് കാണുന്ന, മോശയുടെ 5 പുസ്തകങ്ങളെ നിയമഗ്രന്ഥം, ബാക്കിയുള്ള പുസ്തകങ്ങളെ എല്ലാം കൂടി പ്രവാചകന്മാർ എന്ന പൊതുവായ സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയും നമുക്ക് കാണാൻ സാധിക്കും. അതിനുദാഹരണം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസ് സംഭവം വിവരിക്കുമ്പോൾ എമ്മാവൂസിലെ ശിഷ്യന്മാരും ഒത്ത് നടക്കുന്ന ഈശോ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം അന്വീഭവിച്ചവരെ എന്ന് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് 24-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഈശോ ചെയ്ത ഒരു കാര്യം ലൂക്ക വിവരിക്കുന്നുണ്ട്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് തിരുലിഖിതങ്ങളിൽ പറഞ്ഞിരുന്നവ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, തോറ, നിയമഗ്രന്ഥങ്ങൾ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും, പഴയ നിയമത്തിലെ അവസാന ഗ്രന്ഥം വരെയുള്ള ആ ബാക്കി പുസ്തകങ്ങൾ, ഈ 5 പുസ്തകങ്ങൾ ഒഴിച്ച് പഴയ നിയമത്തിലെ ബാക്കി പുസ്തകങ്ങളെല്ലാം എപ്രകാരമാണ് തന്നെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച്, വരാനിരിക്കുന്ന രക്ഷകനായ മിശിഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ ഉദ്ധിതനായ മിശിഹ ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് 24-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ വേറൊരു ഭാഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ അധ്യായത്തിൽ തന്നെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 44 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. താൻ പരസ്യയുദ്ധ കാലത്ത് നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ എന്താണ് ചെയ്തത്? മോശയും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പഴയ നിയമത്തെ 3ആയിട്ട് വിഭജിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യഹൂദരുടെ വേറൊരു ധാരണ, പഴയ വിശുദ്ധഗ്രന്ഥത്തെക്കുറിച്ചുള്ള വേറൊരു വിശദീകരണത്തിൽ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങൾ, പിന്നെ ലിഖിതങ്ങൾ, കെത്തുബിം എന്നറിയപ്പെട്ടിരുന്ന ലിഖിതങ്ങൾ. ആ ലിഖിതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം യഹൂദരുടെ തന്നെ പ്രാർത്ഥന പുസ്തകമായിരുന്നു, സങ്കീർത്തനമായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ മോശയും പ്രവാചകന്മാരും ലിഖിതങ്ങളും എന്ന് ഒരു, മോശയിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരുന്നുവെന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഈശോ പറയുന്നത്. നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലൂക്ക തന്നെ നസ്രത്തിലെ സംഭവം വിവരിക്കുന്നുണ്ടല്ലോ. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഏഷ്യ നിവ്യായിൽ നിന്ന് വായിച്ചുകൊണ്ട് 61-ാം അധ്യായം വായിച്ചുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, ഏഷ്യ അന്ന് പറഞ്ഞത്, കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ഭാഗം വായിച്ചിട്ട് ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏഷ്യ നിവ്യ ഈശോയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം വരാനിടുന്ന മിശിഹായെക്കുറിച്ചാണ്, അത് തന്നിൽ പൂർത്തിയായിരിക്കുന്നു എന്ന് ഈശോ സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെ, രംഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. അവിടെ 40-ാമത്തെ വാക്യത്തിൽ സ്ത്രീഹന്മാരുടെ മനസ്സ് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? തിരുലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി. എപ്രകാരം? മിശിഹ കേന്ദ്രീകൃതമായി മനസ്സിലാക്കുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ തിരുലിഖിതങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് മിശിഹായെക്കുറിച്ചാണ് എന്ന് 24-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറഞ്ഞത് തന്നെയാണ് 44 മുതലുള്ള വാക്യങ്ങളിൽ
49 വരെയുള്ള വാക്യങ്ങൾ തുടർച്ചയായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 45 മനസ്സ് തുറന്നു കൊടുത്തിട്ട് 46 മിശിഹ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുന്ന മിശിഹായുടെ നാമത്തിലാണ് മനുഷ്യർക്ക് രക്ഷയും പാപമോചനവും ലഭിക്കുന്നത്. അതിനുള്ള സാക്ഷികൾ സ്ലീഹന്മാരാണ്. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈ സത്യത്തിന്, ഈ പെസഹാരഹസ്യത്തിലൂടെ സാധ്യമായിരിക്കുന്ന മനുഷ്യരക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കണം. അത് റൂഹായുടെ സഹായത്തോടു കൂടി വേണമെന്നെല്ലാം പറയുന്നത് 49 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം വീണ്ടും നമ്മൾ 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുവാൻ. അവിടെ ഈശോ പറയുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കുവാനല്ല, പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ നിയമവും പ്രവാചകന്മാരും എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പഴയ നിയമം മുഴുവനെയുമാണ്. തിരുലിഖിതങ്ങൾ 46 പുസ്തകങ്ങളും മിശിഹായെക്കുറിച്ചാണ്. മിശിഹായിലാണത് പൂർത്തിയാകുന്നത്. ആദിമസഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനെന്ന് അറിയപ്പെട്ടിരുന്ന ഒറിജിൻ ഈ പഴയ വിശുദ്ധ ഗ്രന്ഥത്തിന് 3 തരത്തിലുള്ള അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന് ലിറ്ററലാണ്, അതായത് പറഞ്ഞിരിക്കുന്ന കാര്യം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തെക്കുറിച്ചാണല്ലോ ഈശോയോട് പറയുന്നത്. പുതിയ നിയമഗ്രന്ഥങ്ങൾ ഈശോയുടെ സ്വർഗാരോഹണത്തിനും ഏതാനും ദശകങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണല്ലോ പുതിയ നിയമഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നത്. അപ്പോൾ അന്ന് ഈശോ ഇത് പറയുമ്പോൾ പഴയ നിയമഗ്രന്ഥങ്ങളേ ഉള്ളൂ, അവയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവയ്ക്ക് ലിറ്ററൽ ആയിട്ടുള്ള, അതായത് പറഞ്ഞിരിക്കുന്ന അതേ ആ വാക്കുകളുടെ തന്നെ അർത്ഥത്തിലുള്ള ഒരു അർത്ഥമുണ്ട്. അത് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവരുടെ ജീവിതാനുഭവമാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെയും പരിപാലിച്ചതിൻ്റെയും ഒക്കെ അനുഭവമാണ് അവർ വിവരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ചരിത്രമാണത്. അപ്പോൾ അതിനൊരു ആ ചരിത്രപരമായ ഒരു വാസ്തവികത അതിനുണ്ട്. അതോടൊപ്പം തന്നെ ഒറിജിൻ പറയും വേറൊരു അർത്ഥം, രണ്ടാമത്തെ അർത്ഥം മോറൽ സെൻസാണ്. അതിനൊരു എത്തിക്കൽ സെൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇസ്രായേൽ ജനത്തോട് അന്ന് അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, ജീവിത നിയമങ്ങളെക്കുറിച്ച്, ജീവിത അടിസ്ഥാനങ്ങളെക്കുറിച്ച് കൂടി അവിടെ നിന്ന് നൽകുന്നുണ്ട്. ജീവിത പ്രമാണങ്ങൾ നൽകുന്നുണ്ട്, കൽപ്പനകൾ നൽകുന്നുണ്ട്, ചട്ടങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ആ ഒരു ധാർമ്മിക ജീവിതത്തെ രൂപപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് മോറൽ സെൻസ് എന്ന് പറയുന്നത്. ഒറിജിൻ തന്നെ മൂന്നാമതൊരു അർത്ഥം കൂടി ഈ തിരുലിഖിതത്തിന് നൽകുന്നുണ്ട്. അത് സ്പിരിച്വൽ സെൻസ് ആണ്. അത് സ്പിരിച്വൽ സെൻസ് എന്ന് പറയുമ്പോൾ ഒരു അല്ലഗോറിക്കൽ മെത്തഡാണ് അദ്ദേഹം അതിന് ഉപയോഗിക്കുന്നത്. അത് വളരെ ലളിതമായി പറഞ്ഞാൽ എപ്രകാരമാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മിശിഹായിൽ പൂർത്തിയാകുന്നത്, ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് മിശിഹ കേന്ദ്രീകൃതമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കേണ്ടതിൻ്റെ അങ്ങനെ ലഭിക്കുന്ന ആ വ്യാഖ്യാനത്തിനാണ് സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷൻ, ആധ്യാത്മിക വായന അല്ലെങ്കിൽ ആധ്യാത്മിക വ്യാഖ്യാനമെന്ന് ഒറിജിൻ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഒറിജിൻ പറഞ്ഞ ഈ മൂന്നാമത്തെ അർത്ഥം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും തുടർന്ന് ഓർഷലേമിൽ സമ്മേളിച്ചിരുന്ന ശിഷ്യന്മാർക്കും ഈശോ നൽകിയ ആ വ്യാഖ്യാനം തന്നെയാണ്. മോശയും പ്രവാചകന്മാരും തന്നെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. തന്നിൽ അത് പൂർത്തിയായി, തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ അത് പൂർത്തിയായി, അത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ആ ഏക സത്യം, അതാണ് ഒറിജിൻ പറയുന്ന ആ മൂന്നാം അർത്ഥം. സഭാപിതാവ്, വലിയ സഭാപിതാവായ ആഗസ്തിനോസ് ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ഇതിൻ്റെ അദ്ദേഹം ഊന്നൽ നൽകുന്നത് ഈ മൂന്നാമത്തെ അർത്ഥത്തിനാണ്, മിശിഹ കേന്ദ്രീകൃതമായിട്ട്. അതായത് മിശിഹ തന്നെയാണ് നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും എല്ലാം അവസാനം, അവനാണ് അതിൻ്റെ പൂർത്തീകരണം, കൾമിനേഷൻ അവിടെയാണ്, എൻഡ് അവൻ തന്നെയാണ് എന്ന് അഗസ്തിനോസ് പറയും. ഈശോ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് ആഗസ്തിനോസും വ്യാഖ്യാനിക്കുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. എന്താണ് ഈ നിയമം? നമ്മുടെ വിശുദ്ധ കുർബാനയിൽ തന്നെ, പരിശുദ്ധ കുർബാനയിൽ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ നിന്നുള്ള 2 വായനകൾ, ഈ പഴയ നിയമത്തിൻ്റെ ഈ 2 ഭാഗങ്ങളെ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. പഴയ നിയമത്തിലെ 2 വായനകൾ സാധാരണഗതിയിൽ ആദ്യത്തെ വായന എന്നും തോറായിൽ നിന്നാണ്, മോശയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ്. മോശ നമ്മോട് സംസാരിക്കുന്നു. അതാണല്ലോ 20-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളാണല്ലോ ഇന്നത്തെ ആദ്യത്തെ വായന. മോശ എപ്രകാരമാണ് സീനാമലയിൽ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് നിന്നതും ഉടമ്പടിയുടെ വ്യവസ്ഥ പ്രമാണങ്ങൾ 2 ഫലകങ്ങളിലായിട്ട്, 2 ഫലകങ്ങളിൽ എഴുതിയത് ആ ഒരു വിഭജനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ ഫലകത്തിൽ 7 പ്രമാണങ്ങൾ എഴുതിയിരുന്നു. അത് മനുഷ്യനോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പാലിച്ച് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് ദൈവത്തോടുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ചുള്ള 3 കൽപ്പനകളും ബാക്കി 7 കൽപ്പനകൾ രണ്ടാമത്തെ ഫലകത്തിലും എഴുതുന്നത്. ആ കൽപ്പനകളാണ് അവിടെ നമ്മൾ ആദ്യത്തെ വായനയിൽ വായിച്ച് കേൾക്കുന്നത്. എപ്രകാരമാണ് ഈ കൽപ്പനകൾ പാലിച്ച് ജനം നടക്കേണ്ടത് എന്നുള്ളതാണല്ലോ. ദൈവത്തെ ആരാധിച്ച് വേറെ പുറജാതികളെ ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്,
കർത്താവായ ദൈവമാണ്, ഞാനാണ് നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിച്ചു കൊണ്ടുവന്നത്. ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. എൻ്റെ മുൻപിൽ വ്യാപരിക്കണം. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ 1000 തലമുറകൾ വരെ ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നതാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായന. രണ്ടാമത്തെ വായന നമുക്ക് എസെക്കിയേൽ പ്രവാചകനിൽ നിന്നാണ്, പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നാണ്. അപ്പം നിയമവും പ്രവാചകന്മാരും എപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കുർബാനയിൽ ആദ്യത്തെ 2 വായനകളിൽ ഒന്ന് തോറായ നിയമത്തിൽ നിന്നും രണ്ടാമത്തേത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. പ്രവാചക ഗ്രന്ഥത്തിൽ എസെക്കിയേൽ പ്രവാചകൻ അടിമത്തത്തിൽ കഴിയുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ചിതറിക്കപ്പെട്ടു പോയി, നിങ്ങളുടെ അനുസരണക്കേട് മൂലമാണ് ഈ ശിക്ഷയുണ്ടായത്, പക്ഷെ ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എസെക്കിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ, നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നു പോയി ചിതറിക്കപ്പെട്ട ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും, അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും. ആ ഒരു കഠിനമായ ഹൃദയം അവരിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം, ഒരു നവമായ ചൈതന്യം ഞാൻ അവരിൽ നിക്ഷേപിക്കുമെന്നാണ് കർത്താവ് എസെക്കിയേൽ പ്രവാചകനിലൂടെ പറയുന്നത്. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും എൻ്റെ ചട്ടങ്ങളിൽ ചരിക്കുകയും എൻ്റെ ന്യായപ്രമാണങ്ങൾ പാലിച്ച് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പക്ഷം ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവരെൻ്റെ ജനവുമായിരിക്കുമെന്നാണ് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം നമ്മുടെ അരുൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് മോശയിലൂടെ ദൈവം നൽകിയ 10 പ്രമാണങ്ങളും ഇവിടെ പ്രവാചകന്മാരിലൂടെ അതിൻ്റെ പ്രതീകമായിട്ട്, അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് എസെക്കിയേലിനെ നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ആ പ്രവാചകന്മാരിലൂടെ നൽകിയിരുന്നതും എല്ലാം യഥാർത്ഥത്തിൽ മിശിഹായിൽ വെളിപ്പെടുത്താനിടുന്ന, ദൈവം പൂർണ്ണമായി വെളിപ്പെടുത്താനിടുന്നതിൻ്റെ ഒരു മുന്നോടികൾ മാത്രമായിരുന്നു, ആരംഭം മാത്രമായിരുന്നു. ഇതിൻ്റെ എല്ലാം പൂർത്തീകരണം മിശിഹായിലാണ്. അതുകൊണ്ടാണ് ഈശോ ഈ 2 ഫലകങ്ങളെ, പ്രമാണങ്ങളുടെ 2 ഫലകങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. ഒരേ പ്രമാണത്തിൻ്റെ, ഒറ്റ പ്രമാണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രമാണത്തിൻ്റെ 2 വശങ്ങളായിട്ട് ഈശോ ഈ മോശ കൊണ്ടുവന്ന 2 ഫലകങ്ങളുടെ സംഗ്രഹം നൽകുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക, ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മലയിലെ പ്രസംഗത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് അതാണ്. അപ്പോൾ ഈ 10 കൽപ്പനകളെ, മോശയിലൂടെ നൽകപ്പെട്ട 10 കൽപ്പനകളെ പുതിയ നിയമം മോശയായ, അതുകൊണ്ടാണല്ലോ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ മോശ സീനാമലയിലേക്ക് കയറിപ്പോയതുപോലെ തന്നെ ഇവിടെ പുതിയ നിയമം മോശയായ ഈശോ മലമുകളിലേക്ക് കയറിപ്പോയി അവിടെ ഇരുന്നാണ് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആരിലൂടെ പറയപ്പെട്ടത്? മോശയിലൂടെ പറയപ്പെട്ടത്, പ്രവാചകന്മാരിലൂടെ പറയപ്പെട്ടത്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആ മോശയിലൂടെ സംസാരിച്ചതും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതും ഈ ദൈവം തന്നെ, ആ ദൈവം തന്നെയാണ് ഞാൻ, ആ അധികാരമുള്ളവനാണ്, ആ ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനം ഈശോ നൽകുകയാണ്. അതിനെ ഇല്ലാതാക്കുകയല്ല ഈശോ ചെയ്തത്. ഉദാഹരണത്തിന് 5-ാം പ്രമാണം തന്നെ ഈശോ എടുക്കുകയാണ് 21 മുതലുള്ള വാക്യങ്ങളിൽ. എന്താണ് അവിടുന്ന് പറയുന്നത്? കൊല്ലരുത് എന്നുള്ള നിയമം മോശ നൽകിയ പ്രമാണമാണ്, 5-ാം പ്രമാണമാണല്ലോ. അതനുസരിച്ച് ഒരു വ്യക്തിയെ കൊല്ലുന്നത് അതുപോലെ തന്നെ വലിയ ശിക്ഷയ്ക്ക് അർഹമായ തെറ്റായിരുന്നു. അപ്പോൾ അത് വാളുപയോഗിച്ചോ തോക്കുപയോഗിച്ചോ അല്ലാതെ കൊല്ലുന്നത് ആയിരുന്നു. എന്നാൽ ഈശോ അതിന് ആഴങ്ങളിലേക്ക് പോയിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ആയുധം ഉപയോഗിച്ച് മാത്രം ചെയ്യാവുന്നതല്ല, ഒരുവന് നാവ് ഉപയോഗിച്ച് പോലും വ്യക്തിയെ കൊല്ലാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വ്യാഖ്യാനം നൽകുകയാണ്. വ്യക്തിഹത്യ നടത്തുന്നത്, പരദൂഷണം പറയുന്നത്, ഘോഷ എന്ന് വിളിക്കുന്നത്, വിഡ്ഢി എന്ന് വിളിക്കുന്നത്, ഇതെല്ലാം വലിയ തിന്മ തന്നെയാണ്, 5-ാം പ്രമാണത്തിനെതിരാണ് എന്ന് ഈശോ വ്യാഖ്യാനിച്ച് നൽകുകയാണ്. അപ്പോൾ മോശ പറഞ്ഞ പ്രമാണത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്തത്, ആ പ്രമാണത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്താണ്, ആന്തരികമായ അർത്ഥം എന്താണ്, ഡീപ്പർ സെൻസ് എന്താണെന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. ആ കൽപ്പന നൽകിയതിലൂടെ ദൈവം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ദൈവം തന്നെയായ ഈശോ വ്യാഖ്യാനിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം 5-23 വാക്യമാണ്. ഈശോയോട് പറയുന്നത്, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ, നിനക്ക് സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിലും അല്ല, മറിച്ച് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യപ്പെട്ടിട്ട് വന്നിട്ട് ബലി അർപ്പിച്ചാൽ മതി എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അത്ര കാർക്കശ്യത്തോടെ ഈശോ ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയാണ്. എപ്രകാരമാണ് ജീവിതത്തിൽ ഈ പ്രമാണങ്ങൾ പാലിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി. ഇതേ കാര്യം തന്നെയാണ് പൗലോസ് ശ്ലീഹ കൊളോസായിലെ സഭയ്ക്ക് എഴുതുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ, ഭൗമികമായവ വെടിഞ്ഞ് അസന്മാർഗീയത, അശുദ്ധി, ആസക്തി, ദുർവിചാരം, ദ്രവ്യാസക്തി എന്നിവ നശിപ്പിച്ച് കളയുമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് നമുക്ക് ദൈവക്രോധം വരുത്തി വയ്ക്കുമെന്ന് പറയുകയാണ്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് മിശിഹായിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാനാണ് ശ്ലീഹ നമ്മുടെ ആവശ്യപ്പെടുന്നത്. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിരൂപത്തിന് അനുസൃതമായ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. മിശിഹായാണ് ഈ പുതിയ മനുഷ്യൻ. മിശിഹായെ ധരിക്കാൻ പറയുകയാണ്.
മിശിഹായിട്ട് ജീവിക്കുവാൻ പറയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മിശിഹായുടെ ഗുണങ്ങൾ കാരുണ്യാതിരേകം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ നമ്മിലുണ്ടാകും. മിശിഹായെ നമ്മൾ ധരിക്കുമ്പോൾ അപ്പോൾ അതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് പുതിയ നിയമം. അതാണ് മിശിഹ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതെല്ലാം പ്രസക്തമാണെന്നും അതെല്ലാം നമുക്ക് മിശിഹായിൽ കാണാൻ സാധിക്കും. മിശിഹ അതിൻ്റെ എല്ലാം പൂർത്തീകരണം മനുഷ്യനായി അവതരിച്ച് അവിടുന്ന് നമുക്ക് മാതൃക കൂടി നൽകുകയായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് വിനയം കാണിക്കേണ്ടത്, എങ്ങനെയാണ് എളിമയോടെ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് വിശുദ്ധിയിൽ വ്യാപരിക്കേണ്ടത്, കർത്താവിൻ്റെ വഴിയെ എങ്ങനെ നടക്കണം, ദൈവകൽപ്പനകളുടെ ദൈവത്തിൻ്റെ ഹിതത്തിന് എങ്ങനെ സമർപ്പിക്കണം എന്നുള്ളതെല്ലാം അവിടുന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ സ്വയം വെളിപ്പെടുത്തുന്ന ഈ കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവനും കേന്ദ്രമായി നിൽക്കുന്ന മിശിഹായെ, നസ്രായനായ മിശിഹായെ, രക്ഷകനായ മിശിഹായെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തലുകൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.